നിങ്ങള് അൺമ്യൂട്ട് ചെയ്തോ? റഷീദ് എന്നല്ലേ പേര്? റഷീദ്. ഹലോ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, കുവൈറ്റ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പുതിയ സാഹചര്യത്തിൽ ആരംഭിച്ചിട്ടുള്ള ഓൺലൈൻ പരിപാടിയിലാണ് നമ്മൾ ഏവരും ഉള്ളത്. കഴിഞ്ഞ ഏകദേശം 1.5 ആഴ്ചയോളമായി നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് 5 മണി മുതൽ 5:30 വരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മുടെ അതിഥിയായിട്ടുള്ള സാജിദ് ഫാറൂഖി ആയിരുന്നു ഭൂരിപക്ഷം ക്ലാസ്സുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയിരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ബഹ്റൈനിലുള്ള ബഷീർ മാത്തോട്ടം എന്ന സഹോദരനാണ് ഇന്നത്തെ വിഷയം പാപമോചനത്തിന്റെ നാളുകൾ നാം അറിയേണ്ടത് എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ റമദാൻ അതിന്റെ ഏറ്റവും അവസാനത്തെ ടൈമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഖുർആൻ തന്നെ സൂചിപ്പിച്ചതുപോലെ അയ്യാമ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ, കൃത്യമായിട്ടൊരു മാസമോ അല്ലെങ്കിൽ 29 ദിവസമോ എന്ന് പറയാതെ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഒരാഴ്ചയുടെ ഒരു ഫീല് മാത്രമാണ്, അല്ലെ തുടങ്ങിയിട്ടൊരാഴ്ച അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് റമദാൻ കടന്നു പോകുന്നത് എന്നുള്ള ഒരു അനുഭവം പലപ്പോഴും നമ്മൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. എങ്ങനെയായിരുന്നാലും ഇനിയോ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതും ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങളാണ്. ഈ വിഷയത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് ഈ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 പ്രത്യേകമായിട്ട് പറയാൻ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ, അല്ലെങ്കിൽ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന. മറ്റു പ്രാർത്ഥനകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ പറയാൻ നാവ് കൊണ്ട് നിരന്തരമായിട്ട് ഈ സുദിനങ്ങളെല്ലാം തന്നെ
നമ്മൾ സുജൂദിലും അതുപോലെ തന്നെ മറ്റുള്ള സമയങ്ങളിലും ഒക്കെ പറയാനുള്ളൊരു കാരണമായിട്ട് സൂചിപ്പിക്കുന്നത്, അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയാക്കിയിട്ട് നമ്മളെ വാർത്തെടുത്ത് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിനെ പ്രാപ്തമാക്കുവാൻ ഉതകുന്ന രീതിയിൽ വിശ്വാസി മാറേണ്ടതുണ്ട് എന്ന ഒരു രീതിയിലാണ് എന്നൊക്കെയുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഈ ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും എല്ലാ ആളുകളെയും ഈ ഒരു ചെറിയ ഹ്രസ്വമായിട്ടുള്ള ഈ ഒരു പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യ പണ്ഡിതൻ ബഷീർ മാത്തോട്ടത്തെ സംസാരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ കുവൈറ്റ് ഇസ്ലാഹി സെന്റർ സാരഥികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിലെ ഏറ്റവും മനോഹരമായ സുദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ഏറ്റുപറയുകയും പാപമോചനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കേണ്ട നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയ അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ തലങ്ങൾ സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധമുണ്ടാക്കുന്ന രണ്ടാം നിമിഷവും അള്ളാഹുവുമായി മനസ്സ് കോർത്ത് നിൽക്കുന്ന അതിനുശേഷമുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിന്റെ കടിഞ്ഞാൻ വിട്ടുകൊണ്ട് പാപഭംഗിലമായ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ അറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഞാൻ മരിക്കും, മരിച്ചതിനു ശേഷമുള്ള എൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ കേവലം വാക്കുകളിൽ ഒതുക്കിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകന്റെ സമീപത്ത് നിന്ന് മാറിയാൽ ഈമാന് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പരിതപിച്ച സ്വഹാബികളെ നമുക്ക് കാണാൻ കഴിയും. തന്നെ നമ്മുടെ ഈമാൻ നമ്മൾ അറിയാതെ ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും തെറ്റുകൾ ഏറ്റുപറയോ എന്ന് ഈ സമയത്തും നാം ആലോചിക്കേണ്ടതുണ്ട്. യുദ്ധം 4 ഭാഗം നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാളെ എന്ത് എന്ന ചിന്തകൾ, യുദ്ധത്തിന്റെ വാർത്തകളുമായി മുന്നോട്ടു പോകുന്ന ഈ അവസ്ഥയിൽ ഒരു പക്ഷേ നമ്മെക്കുറിച്ച് ചിന്തിക്കുവാനും അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുവാനും സമയം ലഭിക്കണമെന്നില്ല. പക്ഷേ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ചില സമയങ്ങളും സന്ദർഭങ്ങളും നിശ്ചയിച്ചു തന്നത് നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായും കരിച്ചു കളയുവാൻ, അള്ളാഹുവിലേക്ക് തേടുവാനും ആ പ്രപഞ്ചനാഥനുമായി നമ്മുടെ മനസ്സ് കോർത്തിണക്കുവാനുമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയത് അള്ളാഹുമായുള്ള ബന്ധം അതിശക്തമാക്കുന്ന സന്ദർഭത്തിലാണ് മനസ്സിന് സമാധാനവും ശാന്തിയും നാം അറിയാതെ ലഭിക്കുന്നത്. ആ ശാന്തത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ
കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് ചേർത്തു വച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ടതുണ്ട്. ഏത് രൂപത്തിലാണ് നമുക്ക് അള്ളാഹുവിന് പാപങ്ങൾ ഏറ്റുപറയുവാൻ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കാൻ സാധിക്കുക എന്നതിന് പരിശുദ്ധ ഖുർആനിലൂടെ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ ആഖിറത്തിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള നമുക്ക് കാണുവാൻ സാധിക്കും. നാളെ ഞാൻ റബ്ബിന്റെ മുമ്പിൽ പറയുക എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് അടിക്കടി കടന്നു വരുന്ന സന്ദർഭത്തിലാണ് അള്ളാഹുമായി എൻ്റെ മനസ്സ് കോർത്തിണക്കുവാൻ സാധിക്കുക. ജോലിക്ക് പുറപ്പെടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അപാകത നമ്മളിൽ ഉണ്ടെങ്കിൽ എൻ്റെ മാനേജർ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് എന്ത് ഉത്തരം നൽകാൻ പറ്റും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നമ്മുടെ ചില കാര്യങ്ങളുണ്ട്. അതിന് ഇന്ന ഉത്തരമൊക്കെ പറയാം എന്ന് കരുതി ഞാൻ എൻ്റെ മനസ്സിനെ ആ ജോലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ പല ഉത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നാം തന്നെ കൊണ്ടുവരും. ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഇന്നത് പറയും. ഒരാൾക്കും ഒരാളുടെ മുമ്പിലും ഇളമ്പ്യനാകുവാനും തൻ്റെ വ്യക്തിത്വം താഴേക്ക് കൊണ്ടുവരുവാനും ആഗ്രഹിക്കാത്ത ആളുകളാണ് നാം എല്ലാവരും. അതുകൊണ്ട് ഈ ഭൗതികമായ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം നമ്മൾ രക്ഷപ്പെടുവാൻ വേണ്ടി പലതും പല രൂപത്തിലും ചെയ്യുന്നുണ്ട്. എന്നാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നിലകൊള്ളുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറ അൽ കഹഫ് വെള്ളിയാഴ്ച ഓതുവാൻ വേണ്ടി നമ്മോട് പറഞ്ഞത്? അതില് നമ്മെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഭൗതികമായ ലോകത്ത് നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളെ കൊണ്ട് ആഘോഷിക്കുന്ന സമയത്ത്, വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സമയത്ത്, ഓരോ വെള്ളിയാഴ്ചയും കടന്നു വരുമ്പോൾ റബ്ബ് നമ്മൾ ഉണർത്തുകയാണ്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. അതായത് അലങ്കാരം മാത്രമാണ് നിന്റെ പണവും നിന്റെ മക്കളും ഒക്കെ അലങ്കാരം മാത്രമാണ്, മറ്റൊന്നുമല്ല. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ, നീ ബാക്കി പറ്റിയ ചില കാര്യങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ നിനക്ക് ഏറ്റവും മനോഹരമായി ലോകത്തിലുള്ളത്. ഇങ്ങനെ അൽ-കഹ്ഫിൽ ഇങ്ങനെ പറഞ്ഞ് അള്ളാഹു നമ്മെ ഉണർത്താണ്. നാളെ വനുസയ്യുൽ ജിബാൽ, ഈ പർവ്വതങ്ങളൊക്കെ ചലിക്കും കേട്ടോ. ഈ ഭൂമിയൊക്കെ ബാസിറത്ത് നിരപ്പായി നിൽക്കും. നീ നാളെ റബ്ബിന്റെ മുമ്പിൽ നിലകൊള്ളേണ്ട ആളാണ്. ആ റബ്ബിന്റെ മുമ്പിൽ നിലകൊള്ളുന്ന സമയത്ത്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിന് മുമ്പ്, ആ ഖിയാമത്ത് നാൾ മഹ്ശറയിൽ നിന്റെ കർമ്മരേഖ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന സമയത്ത് നീ പറയുന്ന ചില വാക്കുകളുണ്ട്. വവുദി അൽ കിതാബ്, ആ കിതാബ് നിരത്തപ്പെടുന്ന സന്ദർഭത്തിൽ നീ പറയുന്ന ഒരു വാചകമുണ്ട്, യാ ലൈതന മാലി ഹാദൽ കിതാബ് ലാ യുആദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. റബ്ബേ, എന്റെ കർമ്മരേഖ എന്താണിത്? ഞാൻ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും റബ്ബുൽ ആലമീനായ തമ്പുരാനെ നീ ഇതാ വച്ചിട്ടുണ്ട് എന്ന് അന്ന് പറയുന്ന സന്ദർഭത്തിലാണ്, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, ഞാൻ റബ്ബിനോട് തേടേണ്ടതായിരുന്നു. പാപമോചനത്തിന് വേണ്ടി അർത്ഥിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇസ്ലാഹ് നടത്തേണ്ടവനായിരുന്നു എന്ന ചിന്ത ആ സമയമാണ് നമ്മ വല്ലാതെ വല്ലാത്ത അവസ്ഥയാണ്. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ സൂറ ഹാക്കയിലൂടെ പറയുന്നുണ്ട്, അമ്മാമൻ ഊത്തിയ കിതാബഹു ബിശിമാലിഹി, ഇടത് കരങ്ങളിലേക്ക് ഗ്രന്ഥമേൽപ്പിക്കപ്പെടുന്ന ആളുകൾ, ഫയഖൂലു യാ ലൈതനീ ലം ഊത്ത കിതാബിയ, എന്റെ ഗ്രന്ഥം എനിക്ക് ലഭിക്കാതിരുന്നുവെങ്കിൽ. ഈ ഗ്രന്ഥത്തിൽ ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ റബ്ബേ. വലം അദ്രി മാ ഹിസാബിയ, എന്റെ ഹിസാബ്, എന്റെ കണക്കുനോട്ട് ഞാൻ അറിയാതെ ഇരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭം, പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. ആ കടന്നു വരുന്ന ചിന്തയാണ്
യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നാം നിറയ്ക്കേണ്ടത്, റബ്ബിന്റെ മുമ്പിൽ ഞാൻ വിലപിക്കേണ്ടവനാണല്ലോ. നാളെ അതായത് ഒരു സമ്പത്തും മാലിയ, എന്റെ സമ്പത്ത് ഉപകാരമില്ലാത്ത ഒരു സമയം, ഹലക്ക അന്നി സുൽത്താനിയ, എന്റെ അധികാരം എനിക്ക് ഒരു നിലക്കും ഉപകാരപ്പെടാത്ത ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ നിലകൊള്ളേണ്ട സമയം. ആ സമയത്ത് എന്താണ് റബ്ബെ ഞാൻ പറയുക? എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഈ അവസ്ഥയാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് നാം ദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരും. നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് പ്രാർത്ഥിക്കുവാൻ ഞാൻ യോഗ്യനാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടേ. എൻ്റെ സുഹൃത്ത് എന്നോട് ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ട് അവനോട് സംസാരിക്കുവാൻ എനിക്ക് മടിയാണ്. എൻ്റെ കുടുംബക്കാർ എന്നോട് ചെയ്തു കൂട്ടിയ വിഷയങ്ങൾ കൊണ്ട് എനിക്ക് അവരോട് സംസാരിക്കുവാൻ തുലോം ആഗ്രഹമില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട്. ബന്ധങ്ങൾ വഷളാക്കി ആളുകളോട് സംസാരിക്കാതെ ചെറിയ കാര്യങ്ങൾ, ജോലി സ്ഥലത്താണെങ്കിൽ പോലും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെറിയ കാര്യത്തിന് അവർക്ക് പുറത്തു കൊടുക്കാതെ ധാർഷ്ട്യത മനസ്സിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ സഹോദരൻ ആ സഹോദരി കരങ്ങൾ ഉയർത്താം. അല്ലാഹുമ്മ ഇന്നക അഫുവൻ, റബ്ബേ നീ മാപ്പ് കൊടുക്കുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി, എനിക്ക് മാപ്പ് നൽകണേ എന്ന് നമ്മൾ അടിമകളോട് മാപ്പ് കൊടുക്കാതെ റബ്ബിനോട് നമ്മൾ മാപ്പ് ചോദിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണത്. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മളെ ആമിർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച് 3 കാര്യം പറഞ്ഞു. 3 കാര്യം. ഒന്നാമത്തേത് സിൽമൻ, ബന്ധം വിച്ഛേദിച്ച അവരോട് നീ എന്ത് ചെയ്യണം? നീ ബന്ധം വിച്ഛേദിക്കരുത്, നല്ല രൂപത്തിൽ നിൽക്കണം. ആ 3 കാര്യത്തിലെ 4ാമത്തെ കാര്യമാണ് നമ്മുടെ വിഷയാസ്പദമായുള്ളത്. അതുകൊണ്ട് അത് മാത്രം നമുക്ക് പറയാം. ആ 3ാമത്തെ കാര്യം, ആ 3ാമത്തെ കാര്യത്തിൽ റബ്ബുൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖ്ബത്ത് ഇബ്നു ആമിറിനോട് പറയാ, ഫഅഫു അമ്മൻ ളലമക്, നിന്നോട് ആരെങ്കിലും അക്രമം ചെയ്താൽ നീ അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കണം, മാപ്പ് കൊടുക്കണം എന്ന് പറയാ. ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മൾ എത്ര പേരുടെ മാപ്പ് പറയാ? എത്ര പേർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക? എത്ര പേരുടെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക? എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയാ, റബ്ബേ എനിക്ക് മാപ്പ് നൽകണം, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനല്ലേ എന്ന് പറയുവാൻ പ്രിയമുള്ളവരെ പറഞ്ഞ എനിക്കും നിങ്ങൾക്കും ഒക്കെ ലജ്ജയുണ്ടാവണ്ടേ? ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനുള്ള യോഗ്യത യഥാർത്ഥത്തിൽ രൂപത്തിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ നമുക്ക് കഴിയണ്ടേ? ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു വലിയ സംഭവമില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വ്യഭിചാര വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. സഫിയ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, അവർ 2 പേരും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് 3 പേരാ പറഞ്ഞത്. ജയ്ഷിന്റെ മകൾ ഹംന, ഹസാൻ ഇബ്നു സാബിത്ത്, വേറൊരു സഹാബിയുമുണ്ട്, 3ാമത്തെ സഹാബിയും. ഈ 3 ആളുകൾ ഇവരെ 2 പേരെയും ചേർത്തുകൊണ്ട് വലിയ രൂപത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു, ഇവര് 3 പേരും ഭാര്യയെ കുറിച്ച് പറഞ്ഞില്ലേ? അത് സംഭവമൊക്കെ നമുക്കറിയാം. പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ നൂറിലെ ആയത്തിറക്കിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് ആ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കാത്തു സൂക്ഷിച്ചു. അതിന്റെ ക്ലൈമാക്സിന് ഒരു വിഷയമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാജിറായ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് സാമ്പത്തികമായുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് തന്റെ മകളെ കുറിച്ച് ആരോപണം പറഞ്ഞ ഇദ്ദേഹത്തിന് ഇനി ഒന്നും കൊടുക്കൂല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപിക്കുന്ന സമയത്ത് അള്ളാഹു ഒരു ആയത്ത് ഇറക്കുന്നുണ്ട് സൂറ നൂറില്. അള്ളാഹ് പറയാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅത്, നിങ്ങൾക്ക് സമ്പത്തുണ്ട്, അള്ളാഹുവിന്റെ ഫദ്ല് നിങ്ങൾക്കുണ്ട്, എന്നിട്ട് നിങ്ങൾ ശപഥമെടുക്കാണ്. എന്താ ശപഥം? അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അതായത്
അള്ളാന്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു വന്ന ആളുകൾക്കും അഗതികൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്ന്, കുടുംബക്കാർക്കും കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ ശപഥമെടുക്കാണ്. അള്ള പറയാണ് ഫല്യഅഫു വൽയസ്ഫഹു, അവർക്ക് മാപ്പ് കൊടുക്കി, അവർക്ക് പുറത്തു കൊടുക്കി നിങ്ങൾ എന്ന് അള്ള പറയാ. ഇത് പറയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന് ശേഷം പറയാ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു റബ്ബുൽ ആലമീൻ തമ്പുരാൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൽ ബലായ അല്ലാഹ്, ഞാൻ പുറത്തു കൊടുക്കാണ് റബ്ബേ, ഞാൻ ബേജാറായി, മനസ്സിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പുറത്തു കൊടുത്ത റബ്ബേ. ആലോചിച്ച് തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് മോശമായി പറഞ്ഞ സഹോദരത്തിലുള്ള വായത്ത് ഇറക്കിയെങ്കിൽ ജീവിതത്തിൽ നമ്മൾ നമ്മൾ അങ്ങോട്ടും കൂടുതൽ ചില പ്രശ്നങ്ങൾക്കുണ്ട്. നമ്മൾ ആളുകൾക്ക് മാപ്പ് കൊടുക്കാതെ വിട്ടുവീഴ്ച ചെയ്യാതെ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹ് സ്വീകരിക്കട്ടോ, അത്രമാത്രം കാരുണ്യവാന റബ്ബ്. പക്ഷെ നമ്മൾ ആലോചിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് ഞാൻ അവർക്ക് ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാകാൻ ഞാൻ പരിശ്രമിക്കട്ടെ എന്ന് നമ്മളാ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാ അള്ളാഹു നമ്മോട് വലിയ ഇഷ്ടം കാണിക്കല്. നമ്മളൊക്കെ പാപം ചെയ്യുന്ന ആളുകളാണ്, ഒരു സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബനി ആദമി ഒക്കെ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. ആ തെറ്റ് ചെയ്യുന്ന ആളുകളിൽ ഉത്തമരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറയാ ഖൈറുൽ ഖതാഇന തവ്വാബുൻ, അതായത് പാപം ചെയ്ത് തൗബ ചെയ്യുന്ന ആളുകളാണ് അവരിൽ സമയമാണ് നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോ ആദ്യമായി ഞാൻ സൂചന നൽകുന്നത്, പ്രാർത്ഥിക്കാൻ പോകുന്നത് ലോകത്തിന്റെ രക്ഷിതാവിനോട്. ആ ലോകത്തിന്റെ രക്ഷിതാവിനോട് പോകുമ്പോ ആ രക്ഷിതാവിന്റെ അടിമകൾക്ക് പൊറത്തു കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ മനസ്സ് ശുദ്ധീകരിച്ച് മനസ്സ് സംസ്കരിച്ച് മറ്റുള്ളവരോടൊക്കെ പുറത്തു കൊടുത്ത് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ വല്ലാത്തൊരു സുഖാണ്. കാരണം മനസ്സിലുള്ള എല്ലാ കേടുകളൊക്കെ കരുതി ശുദ്ധീകരിച്ച് റബ്ബിനോട് പറയാ അല്ലാഹുമ്മ ലി ഖതീഹതി വജഹലി വഇസ്റാഫി ഫി അംരി വമാ അൻത അലമു ബിഹി മിന്നി. ഒരു ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന ആരംഭം നമ്മളെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലുണ്ട്. അത് പഠിക്കണം. പറയാണ് അല്ലാഹുവേ, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത എന്റെ പാപങ്ങള് ഇതൊക്കെ എന്നെക്കാളും എന്റെ പാപം അറിയുന്നവന് നീയാണ്. നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് നീട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഋജു മനസ്സോടുകൂടി നിങ്ങൾ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്ക്, തൗബ ചെയ്യ്. ഞാൻ 100 പ്രാവശ്യം അള്ളാഹുവിലേക്ക് പാപമോചനം അർത്ഥിക്കുന്നുണ്ട്. ആരാ പാപമോചനം അർത്ഥിക്കുന്നത്? പാപങ്ങൾ ചെയ്യാത്ത നമ്മുടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മനസ്സ് സംസ്കരിച്ച് അള്ളാഹുവിലേക്ക് ഇങ്ങനെ നീട്ടാം, പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ അറിയോ, ഞാൻ നിങ്ങളൊക്കെ പഠിച്ച ആ ഇസ്തിഗ്ഫാർ ഒന്ന് മനസ്സൊന്ന് സംസ്കരിച്ച് ശുദ്ധീകരിച്ച് ഒരു സുഖം ഉണ്ടാവും. നമ്മൾ അറിയാതെ കരയും. 10 കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് നീട്ടിവെക്കാണ്. പക്ഷെ അത് നീട്ടുമ്പോൾ എന്താ അംഗീകരിക്കണം, വെറുതെ പറയരുത്. അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് പരിഭവം ഉണ്ടെങ്കിലും എന്റെ റബ്ബ് എനിക്കത് തീർത്തു തരും എന്നൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലാ അൻത് എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബ് മാത്രം മതി എനിക്ക്. യുദ്ധമല്ല, ഇനി ലോകം അടിമേല മറഞ്ഞാലും
അള്ളാഹുവിന്റെ ഒരു ഖദറും ഖദാഹുമുണ്ട്. അത് റബ്ബ് നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനാ നിരതനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്റെ ജീവിതം ശുദ്ധീകരിച്ചതിന് ശേഷം. അതാണ് എന്റെ റബ്ബ് എന്നെ സഹായിക്കും, എനിക്ക് എന്റെ രക്ഷിതാവ് മതി. എല്ലാത്തിനും ഞാൻ ആരെയും പങ്കു ചേർക്കൂല. എനിക്ക് എന്റെ റബ്ബ് മതി. ഹസ്ബുനല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി. അതൊരു വല്ലാത്ത വിശ്വാസമാണ്. വിശ്വാസത്തോടെ അൻത റബ്ബീ ലാ ഇലാഹ ഖലഖ്തനീ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, വേറെ ആർക്കും എനിക്ക് കഴിയൂലല്ലോ. വഅന അബ്ദുക്, ഞാൻ എന്റെ അടിമാണ്. അങ്ങനെ വഅന അബ്ദുക് എന്ന് പറയുമ്പോൾ തന്നെ ശരീരത്തിലെ മൊത്തത്തിലുള്ള അഹങ്കാരം പുറത്തേക്ക് പോകണം, മൊത്തം കൊണ്ട് പോകണം. കാരണം ഖുർആൻ പറഞ്ഞ എന്താ, ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്ന ലാ യൽജുൽ ജബല ഹത്താ ഫീ സമീൽ ഖിയാം. അല്ലേ, ഒട്ടകത്തിന്റെ ആ സൂചി ആ ഒട്ടകത്തെ അങ്ങോട്ട് പോകാത്തതുപോലെ അഹങ്കാരികൾ നിഷേധിക്കുന്ന അഹങ്കാരികൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല അള്ളാഹുവിന്റെ കലാം പറയുമ്പോ ഈ കേവലം അടിമയാണ്, ആരുമല്ല, ഒന്നുമില്ല. ജോലിയിൽ എന്തൊക്കെയോ ഞാൻ ആയിട്ടുണ്ട്, അതൊക്കെ എന്റെ കഴിവാന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വിഡ്ഢിത്തമാണ്, ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ നിന്റെ അടിമ മാത്രമാണ്. അല്ല, ആലോചിച്ചു. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാറിലെ 10 കാര്യങ്ങൾ മനോഹരാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക് വഅന അലാ അഹദിക വവഅദിക മസ്തതഅത്. ഞാൻ നിലകൊള്ളും നിന്നോട് ചെയ്ത കരാറും വാഗ്ദാനവും നിമിത്തമാണ്. ഈ പരിശുദ്ധ റമദാനിൽ ഞാൻ നമസ്കാരം കൃത്യമായി നിർവഹിച്ചവനാണ്. ഞാൻ സദക്കയും സക്കാത്തും ഒക്കെ നിർവഹിച്ചവനാണ്. എന്റെ പരമാവധി റബ്ബ്, ഞാൻ മനുഷ്യനാണല്ലോ, എന്നാലും പരമാവധി ഞാൻ നിന്നോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഞാൻ നിലകൊണ്ട ആളാണ്. ഞാൻ ചെയ്ത എന്റെ പാപങ്ങളിൽ റബ്ബേ ഒന്ന് നീ ഹരിച്ചു കളയണം. നീ എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, എന്റെ മക്കൾ, എന്റെ ജോലി, എന്റെ സമ്പത്ത്, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ സഹോദരങ്ങൾ, എമ്പാടും എനിക്ക് നൽകിയ നീ അനുഗ്രഹങ്ങളുണ്ടല്ലോ. ഞാൻ എന്നോട് ഇങ്ങനെ ഏറ്റുപറയാണ് റബ്ബേ. എന്റെ പാപങ്ങളും ഏറ്റുപറയുന്നു. അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പൊറുത്തു മാപ്പാക്കി നൽകണം. നീ അല്ലാതെ വേറെ ആരും പാപങ്ങൾ പൊറുക്കുന്നവനില്ലാന്നാ. ആലോചിച്ച് നോക്കി നിങ്ങള്. ഈ രൂപത്തിൽ മനസ്സറിഞ്ഞ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും അള്ളാഹുവിലേക്ക് നമ്മുടെ പാപങ്ങൾ ആലോചിച്ച് അള്ളാഹുവിനോട് പറഞ്ഞ് മനഃശുദ്ധിയോടുകൂടി മനസ്സ് സംസ്കരിച്ച് എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്, ഇനി എന്റെ റബ്ബ് എനിക്ക് പുറത്തു നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അങ്ങനെ പ്രാർത്ഥിപ്പെടുന്ന ഒരു സുഖമുണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ യോഗ്യനാണ്. കാരണം പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആളോട് ഞാൻ പുറത്ത്, അൽഹംദുലില്ലാഹ്, സന്തോഷം ഉണ്ട് എന്റെ മനസ്സിന്. ഇനി ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് യോഗ്യനാണ്, ഞാൻ പ്രാർത്ഥിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഋജു മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് തേടുവാനുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വളരെ റമദാനിന്റെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള പാപമോചനം, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ പോലീശകൾ, അതിന് നമ്മൾ നൽകേണ്ട പ്രാധാന്യം എന്നിവയെ സംബന്ധിച്ചൊക്കെ തന്നെ ബഹുമാനനായ സുഹൃത്തു കൂടിയായ ബഷീർ മാത്തോട്ടം നമ്മെ വളരെ ആഴത്തിൽ ഹൃദയസ്പൃക്കായ രൂപത്തിൽ നമ്മോട് സംവദിക്കുകയുണ്ടായി. റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് അവസാന 10 ദിവസങ്ങൾ റമദാൻ നമ്മെ വിട പറയുന്ന ഒരു വേദനയും, നാം ഈ 30 ദിവസം കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുത്തോ എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം തന്നെ ഒരു വല്ലാത്തൊരു ആശങ്ക ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ക്ലാസുകൾ, അദ്ദേഹം നൽകിയിട്ടുള്ള പല കളും ഒക്കെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ഐകാഫുകളിലെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്തരത്തിലൊരു അവസരം നൽകിയിട്ടുള്ള, അത്തരം വളരെ ഹൃദ്യമായ രൂപത്തിൽ ഈ ക്ലാസ് ലീഡ് ചെയ്ത ബഹുമാന്യനായ സുഹൃത്ത് ബഷീർ മാത്തോട്ടത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. ഇതിലേക്ക് കടന്നു വന്ന എല്ലാ സഹോദരങ്ങൾക്കും ഔദ്യോഗികമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മുനീർ ഹാദിയാണ് ക്ലാസ് എടുക്കുന്നത്. അതിലേക്ക് എല്ലാവരും കൃത്യസമയത്ത് ഇന്ന് വന്നതുപോലെ തന്നെ ഈ ചുരുങ്ങിയ വൈജ്ഞാനിക സദസ്സിനെ, വൈജ്ഞാനിക കൂട്ടായ്മയെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.